Hi everyone, welcome to Logic System Design by Nino. Today we will discuss the topic D flip-flop. Last classes നമ്മൾ SR flip-flopനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു SR flip-flopൻ്റെ സർക്യൂട്ടിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ we can obtain the D flip-flop. ഓക്കെ, നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. These are the symbol and truth table of SR flip-flop. Here you can see there are two inputs S and R. Also there is a clock input. There are two outputs Q and Q bar which are always complementary. And from the truth table you can observe the operation of this SR flip-flop. Whenever the clock is equal to 0, the variations within the S and R input will not affect the output. അതായത് ക്ലോക്ക് ഇൻപുട്ട് നമ്മൾ 0 ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ S and R എന്നുള്ള രണ്ട് ഇൻപുട്ട്സിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും ഇറ്റ് വിൽ നോട്ട് എഫക്ട് ദ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് ഔട്ട്പുട്ട് വാല്യൂവിൽ തന്നെ റീറ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ അഗെയിൻ നമ്മൾ ക്ലോക്ക് ഈസ് ഇക്വൽ ടു 1 ആക്കുകയാണ്. എസ് ആൻഡ് ആർ എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട് 0-0 സെയിം ഒരു കണ്ടീഷൻ തന്നെയാണ് വരുന്നത്. അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല, ഫ്ലിപ്പ് ഫ്ലോപ്പ് പ്രീവിയസ് കണ്ടീഷനിൽ തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കും. അതായത് ഈ രണ്ട് സ്റ്റേറ്റിലും flip-flop act as a memory element. It will retain in the previous state itself. Okay, then next ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ക്ലോക്ക് ഇൻപുട്ട് ഇസ് ഇക്വൽ ടു 1 ആൻഡ് എസ് ഇസ് ഇക്വൽ ടു 0, ആർ ഇസ് ഇക്വൽ ടു 1. അതായത് എസ് ആർ എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട്സ് കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ, ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു 0. അതായത് ആർ എന്ന് പറയുന്ന ഒരു ഇൻപുട്ടിലാണ് നമ്മൾ 1 കൊടുത്തിട്ടുള്ളത്, റീസെറ്റ് എന്നുള്ളൊരു ഇൻപുട്ടിലാണ് 1 കൊടുത്തിട്ടുള്ളത്. ദെൻ ആ ഒരു ആക്ഷൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. അതായത് ഏത് ഇൻപുട്ടിലാണ് നമ്മൾ 1 കൊടുത്തിട്ടുള്ളത് ആ ഒരു കറസ്പോണ്ടിങ് ആക്ഷൻ. അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇവിടെ റീസെറ്റ് ആവാണ് ചെയ്തത്. ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സമയത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആവാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു കോമ്പിനേഷനിൽ നമ്മൾ ക്ലോക്ക് 1 കൊടുക്കുകയാണ്. എസ് ഇസ് ഈക്വൽ ടു 1, ആർ ഇസ് ഈക്വൽ ടു 0 ആണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് സെറ്റ് ഇൻപുട്ടിലാണ് നമ്മൾ 1 കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. സെറ്റ് ഇൻപുട്ടിൽ 1 വരുന്ന സമയത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആവാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഔട്ട്പുട്ട് ഈസ് ഇക്വൽ ടു 1. ഓക്കെ, ദെൻ റീസെറ്റ് ആൻഡ് സെറ്റ്, ആ രണ്ട് ഓപ്പറേഷൻസ് ആണ് ഈ രണ്ട് കോമ്പിനേഷനിൽ വരുന്നത്. ഓക്കെ, ദെൻ ഫൈനൽ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ക്ലോക്ക് ഇൻപുട്ട് ഇസ് ഇക്വൽ ടു 1, എസ് ഇസ് ഇക്വൽ ടു 1 ആൻഡ് ആർ ഇസ് ഇക്വൽ ടു 1. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവാലിഡ് ആണ്. അതായത് ആ ഒരു കേസ് നമ്മൾ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻവാലിഡ് കോമ്പിനേഷൻ ഓഫ് ദി ഇൻപുട്ട്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് അൺയൂസ്ഡ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഓപ്പറേഷൻ നിങ്ങൾ നോക്കിയാൽ കാണാം. ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഐദർ ഇറ്റ് വിൽ ബി റീസെറ്റ് ഓർ ഇറ്റ് വിൽ ബി സെറ്റ് ഓർ ഇറ്റ് ഈസ് റീറ്റെയിനിങ് ഇൻ ദ പ്രീവിയസ് കണ്ടീഷൻ ഇറ്റ് സെൽഫ്. അതായത് നമ്മളതിൻ്റെ മെയിൻ ഒരു ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ അത് സെറ്റ് ആവുന്നു അല്ലെങ്കിൽ റീസെറ്റ് ആവുന്നു. അങ്ങനെ രണ്ട് ഓപ്പറേഷനാണ് അതിന് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പേര് വന്നിട്ടുള്ളത്. സെറ്റ് റീസെറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് ഈ ഒരു എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ളൊരു പേര് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെറ്റ് റീസെറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതിന് പറയാൻ കാരണം ഒന്നുകിൽ ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആയിരിക്കും അല്ലെങ്കിൽ അത് റീസെറ്റ് ആയിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദ എസ് ആൻഡ് ആർ ഇൻപുട്സ്. ഓക്കെ, ദെൻ ഈ രണ്ട് ഓപ്പറേഷൻസും നമുക്ക് ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് കുറച്ചും കൂടെ ഒരു സിംപ്ലർ വേർഷനാണ് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ, കുറച്ചും കൂടെ ഒരു സിംപ്ലർ വേർഷനാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സെറ്റ് ഓർ റീസെറ്റ് എന്നുള്ളൊരു കണ്ടീഷനിൽ റീറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 0നെ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ ഒരു 1നെ സ്റ്റോർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഈ ഒരു ട്രൂത്ത് ടേബിളിനകത്ത് ഈ രണ്ട് കണ്ടീഷൻസ് മാത്രം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് മീൻസ് ഇറ്റ് ഹാസ് എ സിംഗിൾ ഇൻപുട്ട് ഡി. ഓക്കെ, ദെൻ ഈ ഒരു എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ എങ്ങനെയാണ് നമുക്കൊരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഹിയർ യു ക്യാൻ സീ ദാറ്റ് ദ എസ് ആൻഡ് ആർ എന്നുള്ള രണ്ട് ഇൻപുട്ട്സിൻ്റെ വാല്യൂസ് നോക്കുക. എസ് ഇസ് ഇക്വൽ ടു 0 ആണെങ്കിൽ ആർ ഇസ് ഇക്വൽ ടു 1 ആണ് വരുന്നത്. എസ് ഇസ് ഇക്വൽ ടു 1 ആണെങ്കിൽ ആർ ഇസ് ഇക്വൽ ടു 0 ആണ്. ഈ രണ്ട് കോമ്പിനേഷൻസിലും ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആവുകയും സെറ്റ് ആവുകയും ചെയ്യുന്ന ഈ രണ്ട് കോമ്പിനേഷൻസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എസ് ആൻഡ് ആർ ഇൻപുട്ട്സ് ആർ ഓൾവേസ് കോംപ്ലിമെൻ്ററി. Okay, then we can consider this S input as D and I am complementing this input and applying it to the R input. ദെൻ എന്താണ് സംഭവിക്കുന്നുണ്ടായിരിക്കുക, ഈ ഒരു ഡി എന്ന് പറയുന്നൊരു സിംഗിൾ ഇൻപുട്ടിൽ ഐ ക്യാൻ അപ്ലൈ ഐദർ 0 or 1. ഇവിടെ എന്താണോ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിരിക്കും ആറിനകത്ത് അവൈലബിൾ ആവുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണ് വരാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം രണ്ട് ഇൻപുട്ട്സിന് പകരം ഇവിടെ ഒരു സിംഗിൾ ഇൻപുട്ടാണ് വന്നിട്ടുള്ളത്. ദ ഡി ഇൻപുട്ട് ഈസ് ദ ഇൻപുട്ട് ഓഫ് ദിസ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓൾസോ ദർ ഈസ് എ ക്ലോക്ക് ഇൻപുട്ട്. ദെൻ ഔട്ട്പുട്ട് സെക്ഷനിൽ രണ്ട് ഔട്ട്പുട്ട്സ് ആണ് വരുന്നത്, ക്യൂ ആൻഡ് ക്യൂ ബാർ. മെയിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു ക്യൂ ആണ്. ഐ ആം റെപ്രസെൻറ്റിങ് ഇറ്റ് ആസ് QN+1.
ദെൻ ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കും, കാരണം ഇതിനകത്തൊരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ദെൻ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഞാൻ ക്ലോക്ക് ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 0 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഓപ്പറേഷൻ വരുന്നത്, എസ് ആൻഡ് ആർ എന്നുള്ള ഇൻപുട്ട്സിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും ഇറ്റ് വിൽ നോട്ട് എഫക്റ്റ് ദ ഔട്ട്പുട്ട്. അതായത് ഔട്ട്പുട്ടിനകത്ത് യാതൊരു വേരിയേഷൻസും വരുന്നുണ്ടായിരിക്കാം അല്ലേ. അതുപോലെ തന്നെ നമുക്ക് പറയാം ഈ ഒരു ഡി ഇൻപുട്ടിൽ എന്ത് വേരിയേഷൻസ് വന്നാലും അത് ഔട്ട്പുട്ടിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഔട്ട്പുട്ട് വിൽ റീറ്റെയിൻ ഇൻ ദ പ്രീവിയസ് വാല്യൂ ഇറ്റ് സെൽഫ്. ഓക്കെ, ദെൻ ക്ലോക്ക് നമ്മൾ 1 ആക്കുകയാണ്, ഡി ഈസ് ഈക്വൽ ടു 0 അപ്ലൈ ചെയ്യാണ്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ, ഡി ഈസ് ഈക്വൽ ടു 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് വി നോ ദാറ്റ് ദ ഡി ഈസ് ഡയറക്ട്ലി അപ്ലൈഡ് ടു ദ എസ് ഇൻപുട്ട്. സോ എസ് വിൽ ബി ഈക്വൽ ടു 0 ആൻഡ് ദിസ് ഡി ഈസ് ഇൻവേർട്ടഡ് ആൻഡ് അപ്ലൈഡ് ടു ആർ. സോ ആർ ഈസ് ഈക്വൽ ടു 1. Okay, considering d is equal to 0, then s is equal to 0 and r will be equal to 1. Okay, then sr is equal to 0, 1. sr is equal to 0, 1. Clock input is present. Then what will happen? Output will be equal to 0. Q will be equal to 0. Flip-flop reset ആവാണ് ചെയ്യുന്നത്. Output is equal to 0. Okay, then next condition നമുക്ക് consider ചെയ്യാം. Whenever the clock is equal to 1, I am applying a d is equal to 1. Then what will happen, clock is equal to 1, d is equal to 1, then what will happen, d is equal to 1. So s will be equal to 1 and r is equal to 0 because this d is inverted and applied to r. Okay, then sr is equal to 1 0 ആണ് വരുന്നത്. ഈ ഒരു കോമ്പിനേഷൻ ആണ് ഇൻപുട്ടിൽ വരുന്നത്. ക്ലോക്ക് ഈസ് ഈക്വൽ ടു 1 ആണ്, sr is equal to 1 0 ആണ്. then output will be equal to 1. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക അല്ലേ. then whenever the clock is equal to 1, the information which is available at the data input is transferred to the output. So we can call this D flip-flop as data flip-flop because ഈ ഒരു ഡാറ്റ ഇൻപുട്ട്, ഈ ഒരു ഡി ഇൻപുട്ടിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഡാറ്റ ഇൻപുട്ട്. ഈ ഒരു ഡാറ്റ ഇൻപുട്ടിൽ നമ്മൾ എന്താണോ അപ്ലൈ ചെയ്യുന്നത് ഇറ്റ് ഈസ് അവൈലബിൾ അറ്റ് ദ ഔട്ട്പുട്ട്. ഓക്കെ, സോ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഡിലേ ഫ്ലിപ്പ്-ഫ്ലോപ്പ്. ഈ ഇൻപുട്ടിൽ കൊടുക്കുന്ന സെയിം സംഭവം തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വി ക്യാൻ കണക്ട് എ സിമ്പിൾ വയർ ബട്ട് വി ആർ യൂസിങ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിക്കോസ് ദർ ഈസ് എ ഡിലേ, ഇറ്റ് ഓഫറിങ് എ ഡിലേ. സോ വി ക്യാൻ ഓൾസോ കോൾ ദിസ് ആസ് എ ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ദിസ് ഈസ് ദ ട്രൂത്ത് ടേബിൾ ഓഫ് എ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. നൗ ലെറ്റ്സ് കൺസിഡർ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ടേബിൾ. Now let's consider the characteristic table corresponding to the D flip-flop. This is the truth table of D flip-flop. Now we are obtaining the characteristic table from this truth table. Okay, characteristic table nathe entries nu parayunnathu, first we have to consider the previous output. Then ee oru D flip-flop inde corresponding aayittulla inputs endanu kuda nammal consider cheyanam. These are the input entries. Then output കോളത്തിനകത്ത് വരുന്നത് ഈ ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ടെർമിനൽ QN+1. നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്താണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് പ്രീവിയസ് ഔട്ട്പുട്ട് ആൻഡ് ദ കറൻറ്റ് ഇൻപുട്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് നെക്സ്റ്റ് ഔട്ട്പുട്ട് വാരി ചെയ്യുന്നത് ആ ഒരു ഇൻഫർമേഷനാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ടേബിളിനകത്ത് നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ പോസിബിൾ ആയിട്ട് 2 ഇൻപുട്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പോസിബിൾ ആയിട്ടുള്ള 4 കോമ്പിനേഷൻസ് 0 0 0 1 1 0 ആൻഡ് 1 1 ആയിരിക്കും അല്ലേ. ദെൻ ഔട്ട്പുട്ട്സ് എന്തൊക്കെയാണ് വരാൻ നമുക്ക് നോക്കാം. അതായത് ഈ ഒരു ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഡി ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 0. നമുക്കറിയാം ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ ഡി എന്ന് പറയുന്ന ഒരു ഇൻപുട്ടിനകത്ത് 0 അപ്ലൈ ചെയ്താൽ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 0. ദെൻ ഹിയർ ദ സെക്കൻഡ് കോമ്പിനേഷൻ QN is equal to 0, D is equal to 1. അതായത് പ്രീവിയസ് ഔട്ട്പുട്ട് 0 ആണ് ആൻഡ് ഡി ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 1 ആണ്. ഡി ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ദെൻ ദ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വിൽ ബി 1. ദ നെക്സ്റ്റ് കോമ്പിനേഷൻ QN is equal to 1, D is equal to 0. Then output will be, whenever D is equal to 0, output will be equal to 0. Then the next case, QN is equal to 1, D is equal to 1. Whenever D is equal to 1, the output will be equal to 1. Okay, that is, we have filled this characteristic table by using the ട്രൂത്ത് ടേബിൾ. ഈ ട്രൂത്ത് ടേബിളിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഡിയുടെ വാല്യൂ 0 ആണ് എങ്കിൽ നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഡിയുടെ വാല്യൂ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 1. അതായത് ഡി എന്താണോ അത് തന്നെയായിരിക്കും നമുക്ക് ഇവിടെ ഒരു ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ടായിരിക്കും. നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഡി ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ആണ്. ഡി ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. ഡി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്. D is equal to 1 ആണെങ്കിൽ output is equal to 1 ആണ്. Then we can obtain the relation without using the K-map. The QN+1 is equal to D. This is the characteristic equation in the case of a D flip-flop. D ഇൻപുട്ടിൽ എന്താണോ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ടെർമിനൽ കിട്ടുന്നത് വിത്ത് എ ഡിലേ. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഡാറ്റ ഫ്ലിപ്പ്-ഫ്ലോപ്പ് ഓർ ഡിലേ ഫ്ലിപ്പ്-ഫ്ലോപ്പ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ സിംബൽ ഓഫ് എ D flip-flop. We can redraw this symbol as
This will be the symbol of a D flip-flop. Here you can see there is a single input D, along with there is a clock input, and there are two outputs Q and Q bar, which are always complementary. Okay, this is the symbol of a D flip-flop. Then now let's see what is the circuit diagram, internal circuit diagram of a D flip-flop using the NOR gate and NAND gate. Okay, SR flip-flopൻ്റെ സർക്യൂട്ട് ഡയഗ്രാംസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദിസ് ഈസ് ദ SR flip-flop യൂസിങ് നാൻഡ് ഗേറ്റ് ആൻഡ് ദിസ് ഈസ് SR flip-flop യൂസിങ് NOR ഗേറ്റ്. ഈ ഒരു SR flip-flopൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു D flip-flop ഡിറൈവ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, സിമ്പിൾ യൂസ് ചെയ്തിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതായത് S എന്നുള്ളൊരു ഇൻപുട്ടായിരിക്കും D ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഒരു S ഇൻപുട്ടിനെ ഇൻവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ R എന്നുള്ളൊരു ഇൻപുട്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് ഒരു SR flip-flop ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ രണ്ട് ഇൻപുട്ട്സിൽ പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് 00, 01, 10 ആൻഡ് 11 ആണ്. ഈ 4 കോമ്പിനേഷൻസിനകത്തുനിന്ന് നമ്മൾ ഈ 2 കോമ്പിനേഷൻസും റിമൂവ് ചെയ്തിട്ടാണ് D flip-flop ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതായത് ഇത് നമുക്ക് ഇൻവാലിഡ് കോമ്പിനേഷനാണ്. ഈ ഒരു ഇൻവാലിഡ് കോമ്പിനേഷൻ നമ്മൾ D flip-flopൽ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ SR flip-flopൽ SR എന്നുള്ള 2 ഇൻപുട്ട്സിൽ നമ്മൾ 00 അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് പ്രീവിയസ് ഔട്ട്പുട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കോമ്പിനേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യാണ്. നമ്മൾ ആകെ യൂസ് ചെയ്യുന്ന 2 കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് SR = 01 or 10. ഈ 2 കോമ്പിനേഷൻസ് മാത്രമായിരിക്കും നമ്മൾ D flip-flopൽ യൂസ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾവേസ് നമുക്കറിയാം S and R are the complement. Then we can consider this S input as D and we will invert this D input and will apply at R input. Okay, അങ്ങനെയാണ് നമുക്കൊരു SR flip-flopൽ നിന്ന് D flip-flop ഡിറൈവ് ചെയ്തെടുക്കാൻ പോകുന്നത്. അത് തന്നെയാണ് സെയിം പ്രൊസീജിയർ, ഇവിടെ പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ ചെയ്യുന്നത്. അതായത് S ഇൻപുട്ടാണ് നമ്മൾ D ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. Okay, this is our D input. Then we will invert this D input and we will apply this input to R input of the SR flip-flop. Okay, this is the circuit diagram of D flip-flop. Then the another input will be clock. The two outputs are Q and Q bar. നമ്മൾ ഈ ഒരു D ഇൻപുട്ടിൽ 0 ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ S will be equal to 0 and R will be equal to 1. കോംപ്ലിമെൻറ്റ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. കറസ്പോണ്ടിങ്ങിലി ദ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 0. ദറ്റ് ഈസ് D എന്നുള്ളൊരു ഇൻപുട്ട് നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. On the other hand, if D is equal to 1, then S will be equal to 1 and R will be equal to 0. Then correspondingly Q will be 1 and the D is transferred to the output. ഓക്കെ, അതായത് ഡാറ്റ ഇൻപുട്ടിൽ എന്താണോ വരുന്നത് അത് ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് D flip-flop എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു NOR ഗേറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു SR flip-flopനെ നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് ഇൻടു എ D flip-flop? ദ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദിസ് S ഇൻപുട്ട് വിൽ ആക്ട് ആസ് D input and we will invert this S and we will apply it into the R input. Okay, then ഈ ഒരു D ഇൻപുട്ടിൽ ഞാൻ 0 ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ S will be equal to 0 and R will be equal to 1. കറസ്പോണ്ടിങ്ങിലി ഔട്ട്പുട്ട് എന്തായിരിക്കും? R is equal to 1 ആണ് വന്നിട്ടുള്ളത്. സോ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 0. Then D is transferred to the output. Then on the other hand, if D is equal to 1, then what will happen? S will be equal to 1, R is equal to 0, then S is equal to 1, then output will be equal to, in the case of an SR flip-flop, if S is equal to 1 and R is equal to 0, the output will be equal to 1. That is, the D is transferred to the output. Okay, ഇങ്ങനെയാണ് നമ്മളൊരു SR flip-flopനെ D flip-flop ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. We have to just consider the S input as D and we have to invert the D input and we have to apply it to the R input of the SR flip-flop. That's all about the D flip-flop. Okay.